കേരള സ്റ്റോറി 2 ഇപ്പം ട്രെയിലർ പുറത്തിറങ്ങി. ടീസർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ വലിയ രീതിയിൽ തന്നെ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ട്രെയിലറൂടെ പുറത്തു വന്നു. 27-ാം തീയതി എന്തോ സിനിമ റിലീസ് ചെയ്യാം. ഇപ്പം ട്രെയിലർ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ട്രെയിലറിലെ കുറച്ച് ഭാഗങ്ങൾ, അതായത് ബീഫ് കഴിപ്പിക്കുന്ന ഒരു രംഗം, പിന്നെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട കുറച്ച് സംഭവങ്ങളുമാണ് ഈ പറഞ്ഞ ട്രെയിലറിലുള്ളത്. ഇത് വലിയ രീതിയിൽ വിമർശനമായിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഇതിനെ ശക്തമായി എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. രാഷ്ട്രീയ ഭേദമന്യേ ഇപ്പൊ KC വേണുഗോപാലും പറഞ്ഞിട്ടുണ്ട്. അതായത് സംഘപരിവാർ അജണ്ടയാണ് ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് KC വേണുഗോപാലും പറയുന്നുണ്ട്. സജി ചെറിയാൻ പറയുന്നുണ്ട്. അതായത് ആദ്യം നമ്മൾ കേരള സ്റ്റോറി 1 ആദ്യ ഭാഗത്തെ നമ്മൾ എങ്ങനെ തള്ളിക്കളഞ്ഞു അതേപോലെ തന്നെ രണ്ടാം ഭാഗവും തള്ളിക്കളയും. ആദ്യ ഭാഗത്തെ എങ്ങനെ തള്ളിക്കളഞ്ഞു അതേപോലെ തന്നെ രണ്ടാം ഭാഗവും തള്ളിക്കളയും എന്ന് സജി ചെറിയാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കേരള സ്റ്റോറി എന്നാണ്ട് പുറത്തു വരും എന്ന് ഇതുവരെ അതിനകത്ത് മാറ്റമൊന്നുമില്ല. പുറത്തു വരും, റിലീസിന് ഒരുങ്ങി നിൽക്കുകയാണ്. എന്തായിരിക്കും നമ്മുടെ ഇവിടുത്തെ ഒരു അവസ്ഥ സിനിമ പുറത്തു വരുമ്പോൾ? ഇതിനു മുൻപും ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് കേരള സ്റ്റോറി അല്ല പ്രദർശിപ്പിക്കുന്നത്, എക്സാഗ്രേറ്റഡ് കേരള സ്റ്റോറി എന്ന് പറയും. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലുള്ള, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സംഭവവികാസങ്ങൾ കേരളത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ കേരളത്തിൻ്റെ മുന്നിൽ ഒരു കേരളം എന്ന് പറയുന്നത് എന്തോ മറ്റൊരു സ്റ്റേറ്റാണ്, അവിടെ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. എന്ന് വെച്ചാൽ കേരളത്തിന് നമ്മൾ ആലോചിച്ച് നോക്കൂ, നീതി ആയോഗിൻ്റെ കണക്കുകൾ പ്രകാരം നമ്മൾ കേരളത്തിൽ 1ാം നമ്പറാണ്, നമ്പർ 1 എന്ന് പറയുന്നൊരവസ്ഥ നിൽക്കുക. വിദ്യാഭ്യാസ രംഗമാണെങ്കിൽ തന്നെയും ആരോഗ്യ മേഖല, ടൂറിസം മേഖല, അങ്ങനെ നമ്മൾ ഏത് മേഖല എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും കേരളം നമ്പർ 1 എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം അത്. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്നാൽ മറ്റു ഉത്തരേന്ത്യക്കാർ അങ്ങനെയല്ല കേരളത്തിൽ നോക്കി. ഇപ്പോൾ സുദീപ് ദോസ് ആണെന്നുണ്ടെങ്കിലും ആരാണെങ്കിലും ഇപ്പം ഇവിടെ കേരളത്തിൽ മറ്റൊന്ന് നടക്കുന്നു. ഇവിടെ എന്താണ് ശരിക്കും എന്താണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സ്റ്റോറിയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇവിടെ കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നുണ്ട്, ഇവിടെ കൊണ്ടുവന്ന് മതപരിവർത്തനം നടക്കുന്നുണ്ട്. സിമി പോലെയുള്ള അല്ലാന്നുണ്ടെങ്കിൽ ഭീകരവാദ സംഘടനകളിലേക്ക് ഇവിടെ പെൺകുട്ടികളെ പ്രണയിച്ചു കൊണ്ടുപോയി അവരെ ഇത്തരത്തിലുള്ള സംഘടനകളിലേക്ക് മതം മാറ്റി അവരെ തീവ്രവാദ ട്രെയിനിങ് ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകുന്നു എന്നതടക്കമുള്ള അതിരൂക്ഷമായ ഒരു വലിയ സംഭവമാണ് അവതരിപ്പിക്കുന്നത്. ഇത് പുറം ലോകത്തിരുന്നുകൊണ്ട് കാണുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. ഈ കേരളത്തെക്കുറിച്ച് വലുതായിട്ട് നമ്മൾ കേരളക്കാരാണ്, നമ്മൾ കേരളത്തിൻ്റെ സിറ്റുവേഷൻ അറിയാം, കേരളം എങ്ങനെയാണ് പോകുന്നതെന്നും കേരളത്തിലെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ മെക്കാനിസം എങ്ങനെ പോകുന്നു എന്നുള്ളതും ഇതൊക്കെ നമുക്ക് കേരളത്തിൽ നിൽക്കുന്ന ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ധാരണയുണ്ട്. എന്നാൽ ഈ സ്റ്റോറി നമ്മൾ പുറത്ത് ഒരാൾക്ക് കൊണ്ട് കാണിക്കുകയാണെന്ന് വെച്ചു, കേരളത്തിന് പുറത്തോ രാജ്യത്തിന് പുറത്തോ കൊണ്ട് നമ്മളിത് പ്രദർശിപ്പിക്കുന്നു. ഇത് കാണുന്ന ഒരാളുടെ മനസ്സിൽ കേരളത്തെക്കുറിച്ച് എന്ത് ചിത്രമാണ് തെളിയുന്നത്? ഒറ്റയടിക്ക് നമ്മൾ ആലോചിച്ച് നോക്കും, എത്ര ഭീകരമായ ഒരു അവസ്ഥയാണ്. അത് നമ്മുടെ ഈ പുറത്തു വന്ന ട്രെയിലറിന്റെ താഴെ തന്നെ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട്. കേരളം ഇങ്ങനെയാണോ എന്ന് പല സംസ്ഥാനത്തിരുന്നിട്ടും പലരും ചോദിക്കുന്നുണ്ട്. കേരളത്തില് ഒരാളെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുകയോ? കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് ഇവിടെ എനിക്ക് ബീഫ് കഴിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ബീഫ് കഴിക്കാം, എനിക്ക് ചിക്കൻ കഴിക്കണമെങ്കിൽ എനിക്ക് ചിക്കൻ കഴിക്കാം, എനിക്കതല്ല ബീഫും ചിക്കനും വേണ്ട എനിക്ക് മട്ടൺ കഴിച്ചാൽ മതിയെങ്കിൽ എനിക്ക് അത് കഴിക്കാം. ഇനി അതല്ല എനിക്ക് ഇതൊന്നും വേണ്ട, എനിക്ക് പോർക്കാണ് ഇഷ്ടമെങ്കിൽ എനിക്ക് പോർക്കും കഴിക്കാം. ആരാ കഴുത്തിന് പിടിക്കുന്നത്? കേരളത്തിൽ ഇന്ന് വരെ ഒരാൾക്ക് എനിക്ക് ഇപ്പോൾ ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പോത്ത് ബീഫ് ഉണ്ടാവും, പൊറോട്ട ഉണ്ടാവും, ചിക്കൻ ഉണ്ടാവും, പിന്നെ പോർക്ക് ഉണ്ടാവും, കാട ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അവിടെ വന്ന് ഒരാൾ വന്നിട്ട് നമ്മൾ കയറുന്ന ഒരാളുടെ മതം നോക്കിയിട്ടല്ല അവരോട് ഫുഡ് സെർവ് ചെയ്യുന്ന ഒരാൾ നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് വന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മളെന്താ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നത്? എന്തൊക്കെയാണ് ഉള്ളത്? ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു സാധാരണ തട്ടുകട കയറി വരുന്നുണ്ട്, എനിക്ക് മറ്റേ അതുലർത്തിയത് വേണം, ഇതുലർത്തിയത് വേണം, ചൈനീസ് വേണമെന്ന് പറയത്തില്ലല്ലോ. നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താ ഉള്ളത് നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവരുടെ ലിസ്റ്റിനകത്ത് ബീഫുണ്ട്, പിന്നെ ചിക്കൻ ഉണ്ട്, മറ്റേ ഉണ്ട്, മറിച്ചുണ്ട് എന്നൊക്കെ അവർ പറയും. നമ്മൾ അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യുക ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവം സെലക്ട് ചെയ്യുക ചെയ്യുന്നത്. അല്ലാതെ ഒരാൾ പോലും ഇല്ല നിനക്കെന്താടാ ബീഫ് കഴിച്ചാൽ, എനിക്ക് ചിക്കൻ മതി എന്ന് പറയുമ്പോൾ നിനക്കെന്താ ബീഫ് കഴിച്ചാന്ന് ചോദിച്ചുകൊണ്ട് ഏതെങ്കിലും ഈ നാട്ടിലെ മുസ്ലിങ്ങളായ ഒരാൾ ഏതെങ്കിലും ഒരുത്തൻ്റെ വായിക്കകത്തേക്ക് നിർബന്ധിച്ച് തിരികെ വെക്കുന്നുണ്ടോ ബീഫ്? കേരളത്തിന് എടുത്ത് നോക്കിയോളൂ, അങ്ങനെ തള്ളി വെക്കുന്നുണ്ടോ? ഇവിടെ നമ്മുടെ നാട്ടിൽ പിന്നെ എല്ലാ മതത്തിലും പെട്ട ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, ഈ കുറച്ച് ജൈനന്മാരും ഉണ്ട്. ഇവരെല്ലാം നമ്മുടെ നാട്ടിലുണ്ടെന്നേ. ഈ നാട്ടിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവിടെ ചിലർ പറയും മലപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നോമ്പ് കാലത്ത് മലപ്പുറത്ത് പോയാൽ ഫുഡ് കിട്ടില്ല എന്ന് പറയും. ഈ മലപ്പുറത്ത് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യം ഞാൻ പറയാമല്ലോ. മലപ്പുറത്ത് ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. ഒരു
ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, ഇതിനു മുമ്പ് കഥ ഞാൻ പറഞ്ഞിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. ബസ്സിൽ ഞാൻ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് ഒരു കയ്യിൽ ചരട് കെട്ടിയ നെറ്റിയിൽ കുറിയുള്ള ഒരു ചെറുപ്പക്കാരൻ കണ്ടക്ടറാണ് വണ്ടിയിലുണ്ടായിരുന്നത്, ഒരു പയ്യൻ എന്ന് പറയാം. ഈ പയ്യൻ വൈകുന്നേരം എനിക്ക് തോന്നുന്നു ഞാൻ അരീക്കോടൊക്കെ മറ്റുമാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടേക്ക് പോകുന്ന സമയത്ത് സന്ധ്യയാവുന്നു. സന്ധ്യയായ സമയത്ത്, അതായത് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ബോധമില്ലായിരിക്കുന്ന സമയമാണ്. അപ്പോൾ പെട്ടെന്ന് ഈ കണ്ടക്ടർ മുന്നിൽ പോയിട്ട് അവരുടെ ഫ്രണ്ട് ഡാഷിൽ കിടന്ന ഒരു കവർ ഈന്തപ്പഴവുമായിട്ട് പയ്യൻ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് ആ ബസ്സിലിരിക്കുന്ന ഓരോരുത്തർക്കും ഈന്തപ്പഴം കൊടുക്കുകയാണ്. അപ്പം എനിക്കിത് കൗതുകകരമായി തോന്നി. എന്തിനാ ഈ ചെക്കനെ ഇവിടെ കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ ഈ പയ്യൻ അല്ലെങ്കിൽ ഈ ചേട്ടൻ എന്തിനാണ് ഇങ്ങനെ ഈ എല്ലാവർക്കും ഈന്തപ്പഴം കൊടുക്കുന്നത്? അപ്പം എനിക്ക് സ്വാഭാവികമായി നമ്മൾ ഇതിൻ്റെ കൗതുകത്തിന് ചോദിച്ചു, എന്ത് പറ്റി എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരം ആ കുറിയിട്ട കയ്യിൽ ചരട് കെട്ടിയ ആ കണ്ടക്ടർ പയ്യൻ എന്നോട് പറഞ്ഞെന്നറിയോ, ചേട്ടാ അത് ഈ ബസ്സിൽ ഇപ്പം പിന്നെ നോമ്പ് വിടേണ്ട സമയമായി, നോമ്പ് കഴിയേണ്ട സമയമായി, നോമ്പ് തുറക്കേണ്ട സമയമായി. അപ്പോൾ ഈ ബസ്സിലിരിക്കുന്ന പലരും നോമ്പ് പിടിക്കുന്നവരാ, അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കരുതിയിരിക്കുന്ന സാധനമാണ്, കഴിക്കുമ്പോൾ എല്ലാവരും കഴിക്കട്ടെ എന്ന് പറയുന്ന ഒരു ഹിന്ദു സംസ്കാരവും. ഇനിയും അവിടെ ചെന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ജാതി മത ഭേദമന്യേ ആ അരീക്കോട് ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിയുമ്പോൾ ജാതി മത ഭേദമന്യേ അവിടെ ഒരു ചേട്ടൻ അവിടെ ഇരുന്നുകൊണ്ട് എല്ലാവർക്കും നാരങ്ങ വെള്ളം കൊടുക്കുകയാണ്. എന്തിനാ? അവിടെ ചെന്ന് ഞാൻ ഹിന്ദു ആണെന്നും ഞാൻ പിന്നെ എന്താ പറയാ മുസ്ലിം ആണെന്നും ഒരു ഭേദം ഇല്ലാതെ വരുന്നവരെല്ലാം മേടിച്ച് കുടിച്ചോണ്ട് പോവുക. ആ വെള്ളം കൊടുക്കുന്ന ആളുടെ മതം നമ്മൾ അന്വേഷിച്ചിട്ടില്ല, ചോദിക്കുന്നില്ല. കാര്യം എന്താ? നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കിട്ടുന്നു, നമ്മൾ സന്തോഷവാന്മാരാണ്. ആ നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ അല്ലെങ്കിൽ നോമ്പ് സമയത്ത് നമുക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ഒരിക്കലും എനിക്ക് ആഹാരം കഴിക്കാതെ മലപ്പുറത്ത് നോമ്പ് കാലഘട്ടത്തിൽ ഞാൻ മലപ്പുറത്ത് പോയിട്ടുണ്ട്. എനിക്ക് അവിടെ നിന്ന് ആഹാരം കിട്ടാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല. ഞാൻ ആഹാരം കഴിച്ചിട്ടുമുണ്ട്. ആരും വന്നിട്ട് കഴുത്തിന് കുത്തി പിടിച്ചിട്ടുമില്ല. നീ ഇപ്പം ഞങ്ങൾ നോമ്പ് കാലത്ത് വന്നിട്ട് ഞങ്ങളുടെ അടുക്ക് വന്നിട്ട് ആഹാരം കഴിക്കുന്നു എന്ന് ചോദിച്ചിട്ട് ഒരാൾ പോലും എൻ്റെ കഴുത്തിന് കുത്തി പിടിച്ചിട്ടില്ല. അതാണ് കേരളം. കേരളത്തിൻ്റെ ഒരു ഭൗമശാസ്ത്രപരമായിട്ടും നമ്മുടെ സാംസ്കാരികമായിട്ടും കേരളം അങ്ങനെയാണെന്നേ. അല്ലാതെ അതിനെ വേറൊരു നാട്ടിൽ കൊണ്ടുവന്നിട്ട് കേരളം ഇങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കരുത്. അത് തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മുടെ സ്കൂളിൽ നമുക്കറിയാം, നമ്മുടെ ഏത് സ്കൂൾ എടുത്ത് പരിശോധിച്ച് നോക്കില്ല, ഗവൺമെൻറ് സ്കൂളാണെങ്കിലും പബ്ലിക് സ്കൂൾ അല്ലാതെ ഈ പറയുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണെന്നുണ്ടെങ്കിലും ആ സ്കൂളിലെല്ലാം പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടേതായ മതാചാരങ്ങൾ വിശ്വസിക്കാനും അവർക്ക് ആഹാരം കൃത്യമായി അവർക്ക് കഴിക്കേണ്ട പോലെ കഴിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട്. ഇവിടെ നമ്മുടെ ഈ പറയുന്ന പോലെ സീതയും നമ്മുടെ അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ഫർസാനയും അതോടൊപ്പം കത്രീനയും എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത്. അവിടെ ബീഫ് വേണം, ഫർസാന ചിലപ്പം കൊണ്ടുവന്ന ബീഫായിരിക്കും. അപ്പോൾ സീതയ്ക്കൊരു തോന്നല്, അയ്യോ എടി എനിക്ക് ഇച്ചിരി ബീഫ് വരുമോ എന്ന് ചോദിച്ചാൽ ഉടനെ ഫർസാന എടുത്ത് കൊടുക്കുകയാണ്, നീ കഴിക്ക്, അയ്യോ എനിക്ക് ബീഫ് വേണമെന്ന് പറഞ്ഞാൽ കഴിച്ചേ പറ്റത്തുള്ള കൊണ്ട് വായിക്കാത്ത കുത്തിതിരി കൊടുക്കുന്ന സംസ്കാരം നമ്മുടെ കേരളത്തിനില്ലെന്നേ. ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണാജനകമായ കാര്യം എന്തിനാണ് പ്രദർശിപ്പിക്കുന്നത്? നമ്മുടെ നാടിനെക്കുറിച്ച് കേരളത്തിൻ്റെ നമ്മൾ ഇതുവരെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോയ ഒരു മതേതര മൂല്യം നമുക്കുണ്ട്, അല്ലേ? നമുക്ക് അങ്ങനെ ഒരു മതേതര മൂല്യമുണ്ടെന്നേ. നമ്മളിപ്പോൾ ആരെ കണ്ടാലും നമ്മൾ ചോദിക്കുന്നത് നിന്റെ മതമല്ല ചോദിക്കുന്നത്, പേരാ ചോദിക്കുന്നത്. പേര് ചോദിച്ചിട്ട് എന്നിട്ട് അയ്യോ മറ്റവൻ്റെ ആളാ എന്ന് നമ്മൾ ഇതുവരെ എൻ്റെ അനുഭവത്തിൽ, ഞാൻ ഈ കേരളത്തിൻ്റെ 14 ജില്ലയിൽ സഞ്ചരിച്ച ഒരാളാണ്. അവിടെ ചെന്നിരുന്നുകൊണ്ട് എനിക്ക് ഒരാളുടെ പേര് പറഞ്ഞു കഴിയുമ്പോൾ നീ മറ്റവനാണല്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അല്ലെ എന്നോട് പേര് ചോദിക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ നീ ഒറ്റ ആളാണല്ലേ എന്ന് അയാളും എന്നോട് പ്രതികരിച്ചിട്ടില്ല. കേരളത്തിൽ ഇന്ന് വരെ ഒരാളും എൻ്റെ സൗഹൃദങ്ങളിലാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് പോയിരുന്നാലും ഒരു മതത്തിൻ്റെ പേരിൽ ചേരി തിരിഞ്ഞുകൊണ്ട് ഒരാളെ ക്രൂശിക്കുകയോ മതത്തിൻ്റെ പേരിൽ നിന്നുകൊണ്ട് ഒരാൾക്ക് നേരെ നമ്മൾ വടിയെടുക്കുകയോ ചെയ്തിട്ട് എൻ്റെ അനുഭവങ്ങളില്ല. അപ്പം കേരളം എന്ന് പറയുന്നത് എല്ലാവരും ഒരേപോലെ സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി ഇപ്പം നമ്മളിപ്പോൾ നോക്കി റിയൽ കേരള സ്റ്റോറി നടക്കാൻ പോവാണ് ഫെബ്രുവരി മാസം 25-ാം തീയതി. നമ്മൾ വയനാട് ടൗൺഷിപ്പ് ഒരുങ്ങുകയാണ്. വയനാട് ടൗൺഷിപ്പിൽ 175 പേർക്ക് 25-ാം തീയതി നമ്മൾ വീട് വെച്ച് ടൗൺഷിപ്പ് പൂർത്തിയാക്കി കൊടുക്കുക. അപ്പോഴും നമ്മൾ വീട് വെച്ചതാണ്. അവിടെ മരിച്ചുപോയ അല്ലെങ്കിൽ അവിടെ വീടില്ലാതായപ്പോയതിൻ്റെ മതം നമ്മൾ തിരക്കിയിട്ടില്ല. ഈ മതം തിരക്കിക്കൊണ്ടല്ല ഈ പറയുന്ന ഒരുപാട് ആൾക്കാർ അവരെ സഹായിച്ചിട്ടുള്ളത്. ഈ മതം നോക്കിയിട്ടല്ല ഒരാൾ പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് അയച്ചിട്ടുള്ളത്. 1 രൂപയെങ്കിൽ ഞാൻ പറയുന്ന പോലെ അവിടെയുള്ള ഒരു മണൽത്തരിയിൽ പോലും ഒരാളുടെ 1 രൂപ നാണയത്തിന്റെ വിലയുണ്ടെന്നേ അവിടെ അത് കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. അവിടെ ഏതെങ്കിലും മതത്തിന്റെ ആണോ? അല്ല, അത് മതമല്ല, അവിടെ മനുഷ്യത്വമാണ്. കേരളത്തിനെ ഇത്രയും കാലമായി മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു വികാരം തന്നെയാണ്. അതിനപ്പുറത്ത് വേറൊന്നുമില്ല. ഇവിടെ ബീഫ് കൈവശം വെച്ചവനെ എവിടെയെങ്കിലും അടിച്ചു കൊന്നിട്ടുണ്ടോ? ആ ചരിത്രം പറയാൻ പറ്റുമോ നമ്മുടെ കേരളത്തിന്? ഇല്ല. ബീഫ് കഴിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും അമ്പലത്തിലെ പൂജാരിയെ വിളിച്ചിട്ടുണ്ടെന്ന് പൊറോട്ടയും ബീഫും നിർബന്ധിച്ച് നമ്മൾ കഴിപ്പിച്ചിട്ടുണ്ടോ?
ഇല്ല. പന്നി കഴിക്കാത്ത മുസ്ലിങ്ങളുടെ സംസ്കാരം അനുസരിച്ച് പന്നി കഴിക്കരുത്, പന്നി ഹറാമാണ്. ആ ഹറാമായി നിൽക്കുന്ന ഒരാളെ ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരനെ നമ്മൾ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവനെ കൊണ്ട് പന്നിക്കറി നിർബന്ധിച്ച് കഴിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത് ഇങ്ങനെ എന്തിനാണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത്? ഇവിടെ ഈ കഴിഞ്ഞു പോയ 10 വർഷത്തിനകത്ത് നമുക്ക് എവിടെയെങ്കിലും പറയാൻ പറ്റുമോ കേരളത്തിൽ നിന്ന് വ്യാപകമായ റിക്രൂട്ട് നടക്കുന്നുണ്ട്? ലവ് ജിഹാദ്. എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഒരു ആണിനും പെണ്ണും പ്രണയിക്കാൻ ഇവിടെ അവകാശമില്ലേ? ആണിനും പെണ്ണിനും പ്രണയിക്കാം. അവിടെ ജാതിയില്ല, മതമില്ല. അല്ലേ? നമ്മൾ പണ്ട് പോലെ കേട്ടിട്ടുണ്ട് ജാതി പിന്നെ പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല എന്ന് പണ്ട് പോലെ ഉള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പണ്ട് വർഷങ്ങൾ മുതൽ തുടങ്ങിയ ഒരു എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കുകയാണ് പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല. അത് ഈ കാലത്തും അങ്ങനെ തന്നെയാണ്. എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്? ലവ് ജിഹാദ് എന്നുള്ള പേരിൽ എത്ര കേസുകൾ നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്? നമ്മൾ നോക്കൂ, നമ്മൾ നിരന്തരം വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണല്ലോ. എത്ര ആളുകളുടെ പേരിൽ അങ്ങനെ വന്നിട്ടുണ്ട്? ഒരു ഹിന്ദു പെൺകുട്ടിയെ ഒരു മുസ്ലിം യുവാവ് ലവ് ജിഹാദിലൂടെ പ്രണയിച്ചുകൊണ്ട് പോയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഇവിടെ ഇപ്പോഴും എനിക്കറിയാം ഒരു മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഹിന്ദു ചെറുക്കൻ ജീവിക്കുന്നുണ്ട്. അവിടെ യാതൊരു കമ്മ്യൂണലായിട്ടുള്ള യാതൊരു തടസ്സങ്ങളും ഇല്ല. അവിടെ അവർക്ക് കുട്ടികളുമുണ്ട്, അവരിപ്പോഴും ജീവിക്കുന്നില്ലേ? ആ കുഞ്ഞുങ്ങൾ ഈ നാട്ടിൽ തന്നെയല്ലേ ജീവിക്കുന്നത്? എന്നിട്ട് അവരെ ആരെങ്കിലും നീ ഹിന്ദു ആണോ മറ്റേ ആണോ മുസ്ലിം ആണോ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തുന്നുണ്ടോ? ഇല്ല. ഒരു പെൺകുട്ടിയെ ഇപ്പോഴും ഒരു ഹിന്ദു പെൺകുട്ടിയെ മുസ്ലിം വിവാഹം കഴിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അവർക്ക് അവരുടേതായ രീതിയിൽ ജീവിക്കാനുള്ള അവകാശം. ഒരു പക്ഷേ പെൺകുട്ടി ഒരു പക്ഷേ മാനസാന്തരം വന്നേക്കാം, അല്ലാതെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തി എന്ന് അവിടെയും പറയാൻ പറ്റില്ല. മതപരിവർത്തനം നടത്താത്തതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഇവിടെ അടിച്ചു കൊന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു കേസ് നമ്മുടെ സ്ത്രീധനം കൊടുക്കാത്തതിന്റെ പേരിൽ കൊന്നിട്ടുള്ള ചരിത്രം നമ്മുടെ കയ്യിലുണ്ട്. അതും ഈ പറയുന്ന പരിഷ്കൃത സമൂഹത്തിൽ ഉണ്ടാവുന്നത്. ഉത്ര മരിച്ചത് എവിടെയാണെന്ന് നമുക്കറിയാം. അതൊരു മുസ്ലിമിന്റെ കുടുംബത്തിലല്ല, അല്ല ഒരു മുസ്ലിം അല്ല. ആ ഉത്ര എന്ന് പറയുന്ന പെൺകുട്ടിയെ പാമ്പ് കടി ഏൽപ്പിച്ച് കൊന്നത്, സൗമ്യയെ കൊന്നത് ഒരു മുസ്ലിം അല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണമെന്നേ. ഇവിടെ ഈ പറയുന്ന ഇപ്പം എന്താണ് പർവീണ എന്ന് പറയുന്നൊരു പെൺകുട്ടി കളമശ്ശേരിയിൽ മരിച്ചു. സോഫിയ പർവീൺ എന്ന് പറയുന്നൊരു പെൺകുട്ടി അവിടെ മരിക്കുന്നു. അത് അവിടെയും ഇതേ പറയുന്ന പോലെ അവിടെ എല്ലാം സ്ത്രീധനം മാത്രമാണ് നമ്മുടെ കൊലപാതകത്തിന്റെ ഒരു പ്രധാന ഒരു എലമെന്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിന്റെ തനത് സംസ്കാരത്തെ, നമ്മുടെ കേരളം എന്തിലാണോ നമ്മൾ വലിയ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് എന്ന് കരുതുന്നത്, അതിനെയെല്ലാം ഘടകവിരുദ്ധമായ ഒരു സിനിമ നമ്മുടെ മലയാളത്തിലെ കൊണ്ട് ഇറക്കുമതി ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഈ ഇന്ത്യ ആകെ അവർ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്താണ് അതിൻ്റെ ഉദ്ദേശം? ആ ഒരു അജണ്ട നടപ്പിലാക്കലാണ്. നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സംഘപരിവാർ അജണ്ടയുടെ തുടക്കം മാത്രമാണത്. അങ്ങനെ വരുത്തി തീർത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനം എന്തോ ഒരു തീവ്രവാദത്തിന്റെ ഈ വിളനിലമായ ഒരു പ്രദേശമാണ് എന്ന് വരുത്തി തീർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. ഈ ലക്ഷ്യം അവർ സംഘപരിവാർ വർഷങ്ങളായി നടത്തിക്കൊണ്ട് പോരുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഇവിടെ മുസ്ലിം ലീഗ് വരുന്നുണ്ട്. ആ മുസ്ലിം ലീഗിലെ ഏതെങ്കിലും ഒരു നേതാവിനെ ഇവിടുത്തെ RSSകാർ വഴി തടഞ്ഞു നിർത്തി അടിക്കുന്നുണ്ടോ? RSSകാരുണ്ട് ഇവിടെ. നമുക്കറിയാവുന്ന പോലെ ഇവിടെ SDPIക്കാർ ജീവിക്കുന്നുണ്ട്, ഇവിടെ സമസ്തയുടെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ഇവരെ ആരെയെങ്കിലും RSSകാർ തിരഞ്ഞു പിടിച്ച് തല്ലുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവരെല്ലാം കൂടി RSS കാര്യാലയങ്ങളിൽ തീയിടാറുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇവിടെ എനിക്ക് തോന്നുന്നു RSS കാര്യാലയങ്ങൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന നമ്മുടെ, അല്ലെങ്കിൽ അങ്ങനെ ശാഖകൾ പ്രവർത്തിക്കുന്ന നമ്മുടെ കേരളത്തിലാണ്. ആ ശാഖകൾക്കെതിരെ മുസ്ലിങ്ങൾ സംഘടിച്ചുകൊണ്ട് ഇവിടെ ആക്രമണം നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഒരു ഘട്ടത്തിൽ തലശ്ശേരി കലാപം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ അന്ന് ഇതുപോലെ ഹിന്ദുക്കളെല്ലാവരും കൂടെ ഇരച്ചു കയറി ഒരു പള്ളിയിലേക്ക് വന്ന സമയത്ത് അവിടെ നിന്ന് KU കുമാരനോ അങ്ങനെയുള്ള സഖാക്കന്മാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവർ പറഞ്ഞെന്താണെന്നറിയോ? ഞങ്ങളുടെ നെഞ്ചിൽ ചവിട്ടി, അതൊരു ഹിന്ദുവാണ്, ഒരു പള്ളിയുടെ മുന്നിൽ നിന്നുകൊണ്ട് RSSകാരോട് പറയുകയാണ്, ഞങ്ങളുടെ നെഞ്ചിൽ ചവിട്ടിയിട്ടല്ല നിങ്ങൾ ഈ പള്ളി പൊളിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഏറ്റവും അവസാനം ഇവർ ഈ സഖാക്കന്മാർ പോകുന്ന സമയത്ത് KU കുമാരനെ വഴിയിൽ തടഞ്ഞു നിർത്തി കൊല്ലുക ചെയ്ത് RSSകാർ. അങ്ങനെ അതേ രക്തസാക്ഷിയായി മാറി തലശ്ശേരി കലാപത്തിന്റെ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ചരിത്രമായി നമ്മുടെ മുന്നിൽ പല സംഭവങ്ങളും നിലനിൽക്കുന്നു. നമ്മളൊരു കമ്മ്യൂണലായ ഹാർമണിയിൽ ജീവിച്ചു പോകുന്നവരാണ് മലയാളികൾ എന്ന് ജനങ്ങളുടെ മുന്നിൽ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ബീഫ് കൈവശം വെച്ച ഒരാളെ കൊല്ലാറില്ല. ഇവിടെ പന്നി, അതായത് പോർക്ക് കൈവശം വെക്കുന്നതിന്റെ പേരിൽ ഒരാളെ കൊല്ലാറില്ല. ഇവിടെ കോഴി, ഇവിടെ ആകെപ്പാടെ നമ്മൾ കൊല്ലരുത് എന്ന് പറയുന്ന മയില്. ഒന്നാമത് മയിലിനെ കൊല്ലുന്നത് തെറ്റാണ്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മലമ്പാമ്പ്, പെരുമ്പാമ്പ് ഇതിനെയൊക്കെ പിടിച്ച് തിന്നുന്ന കുറെ ഊളുകളുണ്ട്. അത് വേറൊരു കാര്യം. ഇതൊന്നും അല്ല. ഇതിനൊക്കെ അതിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. അല്ലാതെ ബീഫ് കഴിക്കുന്നതിനോ പോർക്ക് കഴിക്കുന്നതിനോ ചിക്കൻ കഴിക്കുന്നതിനോ ഒന്നും ആരും എതിർക്കുന്നില്ല. പിന്നെ ചിലർ പട്ടിയിറച്ചി വിളമ്പോ, അത് വേറൊരു കാര്യം. ഇവിടെ അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഇതൊരു തെറ്റിദ്ധാരണാജനകമായ ചിത്രമാണ് എന്നുള്ള കാര്യത്തിൽ അതിന്റെ ടീസർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു. ഒരു പെൺകുട്ടിയെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് ബീഫ് വായിലേക്ക് കുത്തി തിരികെ കൊടുക്കുകയാണ്. ഞാൻ ചത്താലും ബീഫ് കഴിക്കില്ല. ബീഫ് കഴിച്ചോണ്ടിരുന്ന ഒരു BJPയുടെ നേതാവ് ഇവിടെ ഉണ്ടായിരുന്നു കേരളത്തിൽ. ഏറ്റവും അവസാനം പറഞ്ഞു ഉള്ളിക്കറിയാണ് ഞാൻ കഴിച്ചത് എന്ന് പറഞ്ഞു. ഒടുവിൽ ആ മഹാന്റെ പേര് ഇപ്പോഴും അത് ചേർത്തിട്ടാ പറയുന്നത്.
ആ നേതാവിന്റെ പേരിൽ ഇപ്പോഴും അറിയപ്പെടുന്നത് അങ്ങനെയാണ്. സുരേഷ് ഗോപി ബീഫ് കഴിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്, വീഡിയോ എടുക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് പറയുകയും ചെയ്തിട്ടുണ്ട്. അതും പുറത്തു വന്നിട്ടുള്ളതാണ്. ഈ പറയുന്ന നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ബീഫ് എന്ന് പറയുന്ന ഒരു വികാരമാണെന്നേ, സത്യം പറയാമല്ലോ. കേരളത്തിലുള്ള എല്ലാവർക്കും ഒരു ബീഫ് എന്ന് പറഞ്ഞൊരു വികാരമാണ്. അത് മറച്ചു വയ്ക്കാൻ പറ്റും. നമുക്ക് കൊതി തോന്നുന്ന ഒരു ആഹാരമാണെന്ന് തന്നെ പറയാം. ഏറ്റവും കൂടുതലായിട്ട് കൊളസ്ട്രോൾ പിടിച്ചു കിടക്കുന്നവരെ നമ്മളൊക്കെ തന്നെയാണെന്ന് പറയേണ്ടി വരും. നമുക്ക് ബീഫ് എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോൾ പൊറോട്ട, അതിന് പൊറോട്ട മേടിച്ചു കഴിഞ്ഞാൽ പൊറോട്ടയ്ക്കൊപ്പം അല്പം ബീഫ് ഇല്ലെങ്കിൽ പൊറോട്ടയ്ക്ക് ഒരു സുഖമില്ല. കമന്റ് ബോക്സിലുണ്ട് ബീഫ് മാത്രമായിട്ട് കൊടുത്താൽ ഞങ്ങൾ എങ്ങനെ കഴിക്കും? രണ്ട് പൊറോട്ടയുടെ ഉണ്ടെങ്കിൽ അതിനൊരു സുഖമുണ്ട്. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബീഫും പൊറോട്ടയും അതാണ് ഒരു കോമ്പിനേഷൻ അല്ലെ. ആ പറച്ചിലിനകത്ത് ഒരു കോംബോ ഫീൽ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് അപ്പൊ നമ്മൾ അവിടെ ഹോട്ടലിൽ കയറി ചെന്ന് ആ ബീഫ് പൊരിക്കുന്നതിന്റെ ഒക്കെ ഒരു മണം അടിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും. ഞാൻ പിന്നെ ഒരു യാത്രക്കിടയിൽ എനിക്ക് കോഴിക്കോട് നിന്ന് ഒറ്റ യാത്രയാണ്, വായു വെള്ളം വരുന്നുണ്ട്. അപ്പൊ കോഴിക്കോട് നിന്ന് ഇങ്ങനെ യാത്ര വരുന്ന സമയത്ത് ഇപ്പം അദ്ദേഹം പിന്നെ അന്നൊരു ക്യാമറാമാൻ എനിക്ക് എന്ത് ഈ വാട്സാപ്പിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുമല്ലോ, സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്ത സമയത്ത് ഈ കിഴിപ്പൊറോട്ട എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പം അത് കിഴിപ്പൊറോട്ടയുടെ ഒരു ചിത്രം ഈ നട്ടുച്ച സമയത്തൊക്കെയാണ് ഈ സാധനം ഇങ്ങനെ അയക്കുന്നത്, സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഈ സ്റ്റാറ്റസ് വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, അപ്പം വർക്കിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഇങ്ങനെ നോക്കിയ സമയത്ത് ഈ കിഴിപ്പൊറോട്ട ഇങ്ങനെ ആവി പറക്കുന്ന കിഴിപ്പൊറോട്ട ഒക്കെ അഴിക്കുന്നതിൻ്റെയും അതിനകത്ത് ബീഫ് കിടക്കുന്നതിൻ്റെയൊക്കെ ഒരു ആ ഫ്ലേവർ ആ സമയത്ത് നമ്മുടെ മൂക്കിലേക്ക് വരും. അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് അന്നേരം ബീഫും പൊറോട്ടയും കഴിച്ചേ പറ്റൂ, കിഴിപ്പൊറോട്ട കിട്ടണം. അപ്പോൾ ഞങ്ങൾ കുറേ ദൂരം യാത്ര ചെയ്തു, കിഴിപ്പൊറോട്ട തപ്പി യാത്ര ചെയ്തു. പിന്നെ ഏറ്റവും ഒടുവിൽ കടകളെല്ലാം അടയ്ക്കും എന്നുള്ള സ്ഥിതിവിശേഷം വന്നപ്പോൾ വേറെ ഹോട്ടലിലേക്ക് കയറി ആദ്യം ചോദിച്ചാൽ ബീഫ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. പൊറോട്ട ഉണ്ടോ? ഉണ്ട്. എന്നാൽ പെട്ടെന്ന് കൊണ്ടുപോകാം. അപ്പോൾ എന്നിട്ട് അവരോട് പ്രത്യേകം പെട്ടെന്ന് പറഞ്ഞാൽ വെച്ചാൽ പൊറോട്ടയുടെ മുകളിലേക്ക് ബീഫ് കറി ഒഴിച്ച് ഒന്ന് കുതിർത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. കാര്യം എനിക്ക് ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടി. ഇത് നമ്മൾ മലയാളികളുടെ ഒരു പൊതുവികാരമാണ്. നമ്മൾക്ക് അത് ബീഫ് ഉണ്ടെങ്കിൽ പൊറോട്ട ഉണ്ടെങ്കിൽ നമ്മൾ ബീഫ് കഴിക്കും എന്ന് പറയുന്ന പോലെയാണ് നമ്മളുടെ ഒരു അവസ്ഥാവിശേഷം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഈ ലോകത്ത് ഈ രീതിയിൽ തെറ്റിദ്ധാരണാജനകമായ ചിത്രങ്ങൾ ഇറക്കിക്കൊണ്ട് ശരിക്കും പറഞ്ഞ കേരളീയർ ഇത് കാണാൻ നിൽക്കരുത്. കേരളീയർ ഇത് കണ്ടു കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം എന്താണെന്ന് അറിയാം, നമ്മുടെ മനസ്സ് തകർന്നു പോകും. നമ്മൾ നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണൽ ഹാർമണി ഇത് തകർക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ്. ഇതൊക്കെ അവരുടേതായ ചില അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു കുടിലമായ ശ്രമമാണെന്ന് മാത്രമേ ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ.